നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിലെ പുതിയ ടെസ്റ്റാണ്, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ സാമൂഹ്യശാസ്ത്രത്തിലെ ഒന്നാമത്തെ പാർട്ടിലെ ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളതാണ് എടുക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് അവൈലബിൾ അല്ല. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് PDF വരുന്ന മുറയ്ക്ക് നമുക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്നുള്ള ആ ഒന്നാമത്തെ ചാപ്റ്റർ മലയാളം മീഡിയംകാർക്കുള്ളത് പഠിക്കാം. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ ഇടയ്ക്ക് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറഞ്ഞായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് യൂണിറ്റിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ ഒരു ഡിസ്ക്രിപ്ഷനാണ് തന്നിട്ടുള്ളത്. എന്താണ് ആ ഡിസ്ക്രിപ്ഷൻ? നമുക്ക് നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലിലായിരുന്നു. 18 മാസങ്ങൾക്കു ശേഷം അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വച്ച് തകർന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന ഒരു കമ്പനിയാണ് ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യത്തെ കപ്പൽ വ്യൂഹം, ഇവിടെ കപ്പൽ വ്യൂഹം എന്ന് പറയാൻ കാരണം അവർ മൊത്തം 4 കപ്പലുകളാണ് ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത്. മൊത്തം എത്ര കപ്പൽ? 4 കപ്പലുകൾ. ഏതൊക്കെയാണ് ആ പേര്? ഏതൊക്കെ 4 കപ്പലുകളാണ് ഈസ്റ്റ് ഇൻഡീസിലേക്ക് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയച്ചത്? അസെൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ അല്ലേ എന്നിങ്ങനെ പേരുള്ള 4 കപ്പലുകൾ ഈസ്റ്റ് ഇൻഡീസിലേക്ക് അവർ അയച്ചിട്ട് അതിൽ എന്നാണ് അയച്ചത്? 1601 ഏപ്രിലിൽ. എന്നിട്ട് അതിൽ ചരക്കുകളുമായിട്ട് മടങ്ങിയെത്തി. അത് അവർക്ക് വളരെ വലിയൊരു വിജയമായിരുന്നു. അങ്ങനെ അതൊരു വലിയ വിജയമായതിനെ തുടർന്ന് അവർ രണ്ടാമത് വീണ്ടും ഈ 4 കപ്പലുകളെ ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയച്ചു. അതെന്നായിരുന്നു അയച്ചത്? അത് 1604 മാർച്ചിൽ. ആദ്യം അയച്ചത് 1601 ഏപ്രിലും, രണ്ടാമത് അയച്ചത് 1604 മാർച്ചിൽ. ഈ 4 കപ്പലുകൾ തന്നെയാണ്. ഏതൊക്കെയാണ് ആ 4 കപ്പലുകൾ? അസെൻഷൻ, ഹെക്ടർ, സൂസൻ, ഡ്രാഗൺ എന്നിങ്ങനെയുള്ള ആ 4 കപ്പലുകൾ അയച്ചു. പക്ഷേ അതിൽ ആദ്യം മടക്കയാത്ര ആരംഭിച്ചത് ഹെക്ടറും സൂസനും ആയിരുന്നു. അത് രണ്ടും അപകടത്തിൽപ്പെട്ടു. അതിൽ സൂസൻ പൂർണ്ണമായിട്ടും തകർന്നു. ഹെക്ടറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അസെൻഷനും ഡ്രാഗണും ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ അവരുടെ ആ ശ്രമത്തിൻ്റെ ഇടയ്ക്ക് ആ കപ്പലിലുണ്ടായിരുന്ന മിക്കവാറും ഉള്ള നാവികരെല്ലാവരും എന്ത് ചെയ്തു? മരണപ്പെട്ടു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. അത് കഴിഞ്ഞിട്ട് ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞ് അവർ 1606 മെയ് മാസത്തിലാണ് തിരിച്ച് ഇംഗ്ലണ്ടിൽ എത്തിച്ചേർന്നത്. അവരുടെ ചരക്കിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ജാതിക്ക, കുരുമുളക്, ഗ്രാമ്പു ഒക്കെ ഉണ്ടായിരുന്നു. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95%. ഇവർ ഈ കൊണ്ടുവന്ന ചരക്കുകളെല്ലാം കൂടി വച്ചിട്ട് കമ്പനിയുടെ ലാഭം എന്ന് പറയുന്നത് കമ്പനിയുടെ മുടക്കുമുതലിൻ്റെ 95%-ഓളമായിരുന്നു അല്ലേ? 5% 100% ആവും. ഇതാണ് നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ, നമ്മുടെ ഈ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി, കിഴക്കൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഈസ്റ്റ് ഇൻഡീസിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരണം വായിച്ചില്ലേ? നമ്മൾ നേരത്തെ വായിച്ചു. അപ്പോൾ നമ്മുടെ ഇന്ത്യ ആദ്യകാലത്ത് അടക്കി ഭരിച്ചിരുന്നത് ആരായിരുന്നു? ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു അല്ലേ? അതിൽ നിന്ന് 1947 ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചതെന്തെന്ന് നമുക്ക് പരിശോധിക്കാം. ഈ യൂണിറ്റിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. യൂറോപ്യർക്ക് പ്രാചീന കാലം മുതൽക്ക് തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഏഷ്യ എന്ന് പറയുന്ന ഭൂഖണ്ഡവും ഉൾപ്പെട്ടിരുന്നു. നമ്മുടെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് ഏത് വൻകരയിലാണ് അല്ലെങ്കിൽ ഏത് ഭൂഖണ്ഡത്തിലാണ്? അത് ഏഷ്യയിലാണ് അല്ലേ?
ഈ ബന്ധങ്ങൾ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കുദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിനു കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കേട്ടോ. ഇത് നിങ്ങൾ പഠിക്കണം. ഈ ബുള്ളറ്റിനിട്ട് കൊടുത്തേക്കുന്നത് താഴെ എന്താണ്? അതായത് യൂറോപ്യർക്ക് കിഴക്കു ദിശയിലേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തണം. അതിന് അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന്. അതായത് യൂറോപ്യർക്ക് കിഴക്കു ഭാഗത്തേക്ക് ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് അവരെ നയിച്ച കാരണങ്ങൾ എന്തെല്ലാം? അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ഈ ബുള്ളറ്റിനിട്ട് പറഞ്ഞ് ഓരോരോ പോയിന്റ് നമ്മൾ പഠിക്കണം. എന്തൊക്കെയാണ് ബുള്ളറ്റിനിട്ട് പറഞ്ഞേക്കുന്ന പോയിന്റ്? ഒന്നാമത്തെ നോക്കിയോളൂ. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. ഒന്നാമത്തെ പോയിന്റ് ഇവിടെ പറഞ്ഞു. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും സാങ്കേതിക പുരോഗതി കൈവരിച്ചു. ഒന്നാമത്തത്. 2, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. എന്താണ്? ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ്, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. ദിശ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ യൂറോപ്യന്മാർക്ക് കോമ്പസ് എന്ന് പറയുന്ന ഉപകരണം അവർ കണ്ടുപിടിച്ചു. അതുപോലെ അവർ ഭൂപടം നിർമ്മിച്ചു. അപ്പോൾ ഇതിലൊക്കെ ഉണ്ടായ പുരോഗതി അല്ലേ. അടുത്ത 4ാമത്തെ പോയിന്റ്, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. പുതിയ പ്രദേശങ്ങളുടെയും അവിടുത്തെ സമ്പത്തിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ യൂറോപ്യന്മാർക്ക് ഭയങ്കര ആർത്തിയുള്ളവരാണ് അല്ലേ. അപ്പോൾ പുതിയ പുതിയ പ്രദേശങ്ങളിലും അവിടെയൊക്കെ നിറച്ച് സമ്പത്തുണ്ട്. അപ്പോൾ ഈ സമ്പത്തൊക്കെ അവർക്ക് കൈക്കലാക്കണം എന്നുള്ള ഒരു ആർത്തി അല്ലേ. അപ്പോൾ പുതിയ പ്രദേശങ്ങളും ഈ പുതിയ അവിടുത്തെ സമ്പത്തിനെയൊക്കെ കുറിച്ച് അവർക്ക് വിവരം നൽകിയതാരാണ്? സഞ്ചാരികൾ. ആ സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ അല്ലേ. അപ്പോൾ അതിലൊക്കെ ഈ സഞ്ചാരികളുടെയും അവരുടെ യാത്രാ വിവരണങ്ങളിലൂടെയും ഈ പുതിയ പ്രദേശങ്ങളെക്കുറിച്ചും അവിടുത്തെ അളവറ്റ സമ്പത്തിനെക്കുറിച്ചും അവർക്ക് പുതിയ പുതിയ വിവരങ്ങൾ ലഭിച്ചു. അപ്പോൾ അതാണ് 3ാമത്തെ പോയിന്റ്. അടുത്തത് എന്താണ്? യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. അതായത് കുരുമുളക് തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു യൂറോപ്പിൽ അല്ലേ. യൂറോപ്യന്മാർക്ക് ഡിമാൻഡുള്ള സാധനമായിരുന്നു ഈ കുരുമുളക്, അങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ. അപ്പോൾ യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. അടുത്ത പോയിന്റ്, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അടുത്തൊരു പോയിന്റ് എന്താണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. ഇങ്ങനെ ഒരു 6 പോയിന്റാണുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്കതൊന്നും കൂടെ പറയാം, പെട്ടെന്ന് പറയാം. യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി. 2ാമത്തെ എന്താണ്? ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച. 3ാമത്തത് ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി. പിന്നെ പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരണങ്ങൾ പകർന്ന അറിവ്. അടുത്ത പോയിന്റ്, യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത. അടുത്തത് എന്താണ്? തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഇവിടെ തന്നിട്ടുണ്ട്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒരു ഹെഡിങ്. യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പോൾ യൂറോപ്പ്, ഏഷ്യ എന്നീ 2 വൻകരകൾക്കിടയിലുള്ള ഒരു പ്രധാന കേന്ദ്രം ഏതായിരുന്നു? കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. കരമാർഗം വ്യാപാര ബന്ധത്തിൽ യൂറോപ്പ് ഏഷ്യയും തമ്മിൽ ഏർപ്പെട്ടിരുന്നത് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയായിരുന്നു. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. 1453 തുർക്കികൾ എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിൾ അങ്ങ് പിടിച്ചടക്കി. അപ്പോൾ യൂറോപ്യർ ഇതുവഴിയായിരുന്നല്ലോ ഏഷ്യയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ യൂറോപ്യരെ അവർ തടഞ്ഞു. തുർക്കികൾ തടഞ്ഞു. നിങ്ങൾ മേലാൽ ഇതുവഴി പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പോകാൻ വേറെ സ്ഥലമില്ല, കരമാർഗമില്ല. കരമാർഗം ഏഷ്യയിലേക്ക് യൂറോപ്യർക്ക് എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പിന്നെ എന്താണ് അടുത്ത മാർഗം? സമുദ്രം അല്ലേ. സമുദ്രമാർഗമാണ് അവർക്ക് കണ്ടുപിടിക്കേണ്ടത്. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. തുടർന്ന് അവർക്ക് കരമാർഗം നമ്മുടെ ഏഷ്യയിൽ എത്തണമെങ്കിൽ, യൂറോപ്യർക്ക് ഏഷ്യയിൽ എത്തണമെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിൾ വഴി വരണം. പക്ഷേ അത് തുർക്കി കീഴടക്കി. അപ്പോൾ എന്ത് പറ്റി? ഈ യൂറോപ്യർക്ക് കരമാർഗം ഏഷ്യയിൽ എത്തിച്ചേരാൻ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അവരെന്ത് കണ്ടുപിടിച്ചു? പുതിയ സമുദ്രപാത കണ്ടുപിടിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. അങ്ങനെയാണ് അവർ സമുദ്രപാത കണ്ടുപിടിച്ച് ആ സമുദ്രത്തിലൂടെ നമ്മുടെ ഏഷ്യയിൽ എത്തിച്ചേർന്ന് നമ്മളെ അളവറ്റ സമ്പത്തൊക്കെ കൈക്കലാക്കി കൊണ്ടുപോയത് അല്ലേ.
ഓക്കെ, ഇനി നമുക്ക് ഇതാ ഇവിടെ നോക്കിക്കോളൂ. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. അപ്പൊ കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരാണ്? പോർച്ചുഗീസുകാർ. കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ഈ പോർച്ചുഗീസിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ പോർച്ചുഗീസുകാരൻ, കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ പോർച്ചുഗീസുകാരൻ വാസ്കോഡ ഗാമ. ആദ്യ യൂറോപ്യർ ആരായിരുന്നു? പോർച്ചുഗീസുകാർ. ഓക്കെ, വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള യാത്രയാണ് ദാ ഇവിടെ ഒരു മാപ്പിൽ കാണിച്ചിട്ടുള്ളത്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ പറയുന്നവ കണ്ടെത്തുക. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭൂപടം നോക്കിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസർ കണ്ടെത്തണം. എന്തൊക്കെയാണ്? വാസ്കോഡ ഗാമയുടെ കപ്പൽ യാത്ര ആരംഭിച്ച സ്ഥലം എവിടെ വെച്ചിട്ടാണ് വാസ്കോഡ ഗാമ കപ്പൽ യാത്ര ആരംഭിച്ചത്? ഇതാ ഇവിടെ ഈ മാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മാപ്പ്. ഇതാ നോക്ക്, വാസ്കോഡ ഗാമ വന്ന ആ അതാണ് ഇവിടെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കണ്ടോ? ഇതാ ഇവിടെ പോർച്ചുഗൽ, ലിസ്ബൺ. കണ്ടോ? അപ്പം പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന സ്ഥലത്ത് നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചത്. അപ്പോൾ എവിടെ നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചത്? പോർച്ചുഗൽ, അവിടുത്തെ ലിസ്ബൺ എന്ന സ്ഥലം. ലിസ്ബൺ ഒരു തുറമുഖമാണ് കേട്ടോ. അപ്പം ലിസ്ബൺ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്നാണ് വാസ്കോഡ ഗാമ യാത്ര ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം. വാസ്കോഡ ഗാമയുടെ റൂട്ട് ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം എത്തിച്ചേർന്ന സ്ഥലം ഏതാണ്? നമ്മുടെ ഇന്ത്യയിൽ എവിടെയാണ് എത്തിച്ചേർന്നത്? മുകളിൽ കണ്ണൂർ, താഴെ കൊച്ചി, രണ്ടിൻ്റെ നടുക്ക അദ്ദേഹം എത്തിച്ചേർന്നത്. എവിടെയാ? കോഴിക്കോട് അല്ലേ? അപ്പം വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം ഏതാണ്? കോഴിക്കോട്. ഈ മാപ്പ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതെ, വാസ്കോഡ ഗാമ എത്തിച്ചേർന്ന സ്ഥലം ഏതാണ്? കോഴിക്കോട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങളും വൻകരകളും. ഏതൊക്കെ സമുദ്രങ്ങളും ഏതൊക്കെ വൻകരകളും പിന്നിട്ടാണ് വാസ്കോഡ ഗാമ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്? ഏതൊക്കെയാണ്? ആദ്യം അദ്ദേഹം പിന്നിട്ടത് അറ്റ്ലാന്റിക് സമുദ്രം. കണ്ടോ? അറ്റ്ലാന്റിക് സമുദ്രം പിന്നിട്ടു. പിന്നെ അദ്ദേഹം വന്നത് ഇന്ത്യൻ മഹാസമുദ്രം അല്ലേ? ഇന്ത്യൻ സമുദ്രത്തിൽ വന്നു അറ്റ്ലാന്റിക് സമുദ്രം. പിന്നെ അദ്ദേഹം വന്നത് ഇന്ത്യൻ സമുദ്രം. അപ്പം 2 സമുദ്രങ്ങൾ അദ്ദേഹം പിന്നിട്ടു. അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ സമുദ്രം എന്നിങ്ങനെ 2 സമുദ്രങ്ങൾ. പിന്നെ അദ്ദേഹം ഏതൊക്കെ വൻകരകൾ പിന്നിട്ടാണ് വന്നത്? അദ്ദേഹത്തിൻ്റെ വൻകര ഏതാണ്? അദ്ദേഹം ഏത് വൻകരയിലാണ് താമസിക്കുന്നത്? യൂറോപ്പിൽ അല്ലേ? അപ്പം യൂറോപ്പ് എന്ന് പറയുന്ന വൻകരയിൽ നിന്ന് പിന്നെ അദ്ദേഹം എത്തിച്ചേർന്നത് ആഫ്രിക്ക എന്ന് പറയുന്ന വൻകര. പിന്നെ അദ്ദേഹം എത്തിച്ചേർന്നത് ഏഷ്യ. അപ്പോൾ 3 വൻകരകൾ അദ്ദേഹം പിന്നിട്ടാണ് വന്നത്. ഏതൊക്കെയാണ്? യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. അപ്പോൾ വാസ്കോഡ ഗാമ പിന്നിട്ട സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് സമുദ്രവും ഇന്ത്യൻ സമുദ്രവും. ഏതൊക്കെ വൻകരകൾ പിന്നിട്ടാണ് അദ്ദേഹം വന്നത്? യൂറോപ്പ്, ആഫ്രിക്ക, പിന്നെ ഏഷ്യ. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയോളൂ, പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര. 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹം എത്തിച്ചേർന്നത് എന്നായിരുന്നു? 1498 കോഴിക്കോടിന് സമീപത്തുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായിട്ടുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ കേട്ടോ, 1498 വാസ്കോഡ ഗാമ ആദ്യം എത്തിച്ചേർന്നത് കോഴിക്കോടുള്ള കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷേ അവിടെ ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരായിരുന്നു? സാമൂതിരി ആയിരുന്നു. ഈ സാമൂതിരിയായിട്ട് ഈ ഗാമ വരുന്നതിന് മുൻപ് തന്നെ സാമൂതിരിക്ക് അറബികളുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ഗാമ വന്നപ്പോൾ ഗാമ പറഞ്ഞു, അറബികളുമായിട്ട് വ്യാപാര ബന്ധം പാടില്ല, ഞാനുമായിട്ട് മതി എന്ന് പറഞ്ഞു. അപ്പോൾ അത് സാമൂതിരി അംഗീകരിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഗാമ ഈ കോഴിക്കോട് രാജാവുമായിട്ട് പിണങ്ങി നേരെ എങ്ങോട്ട് പോയി? കണ്ണൂരിൽ പോയി. കണ്ണൂരിൽ ആരായിരുന്നു? കോലത്തിരി രാജാവ്. അപ്പോൾ കോലത്തിരി രാജാവായിട്ട് ബന്ധം സ്ഥാപിച്ച് ഗാമ അവിടെ നിന്ന് കുരുമുളകൊക്കെ ശേഖരിച്ച് തിരിച്ച് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയി.
തൻ്റെ യാത്രയ്ക്ക് ചിലവായ ഗാമയുടെ യാത്രയ്ക്ക് ചിലവായതിൻ്റെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായിട്ടാണ് അദ്ദേഹം സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോയതെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. വന്നവർക്കെല്ലാം ഭയങ്കര മൂല്യമുള്ള ചരക്കുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചത് അല്ലേ. നേരത്തെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്ന് കൊണ്ടുപോയത് 95% ലാഭമാണ്. ഇവർ കൊണ്ടുപോയത് 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകൾ അല്ലേ. ഇനി ഗാമയുടെ കപ്പലുകൾ, ഗാമ വന്ന കപ്പലുകളാണ് കേട്ടോ. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാബേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 3 കപ്പലുകളിലായിട്ടാണ്. ആ 3 കപ്പലിൻ്റെ പേരാണ് സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, പിന്നെ ബെറിയോ. ഏതൊക്കെയാണ്? സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നിങ്ങനെയുള്ള 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. ഇനി ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. ഗാമയുടെ യാത്രയിൽ അവർക്ക് ഭയങ്കര ലാഭം ഉണ്ടായി. അപ്പോൾ അവർക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി യാത്ര നടത്താൻ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. സാമൂതിരി പോർച്ചുഗീസുകാരെ അംഗീകരിച്ചില്ല, അവർക്ക് വ്യാപാരം കുത്തക നൽകിയില്ല. അവർ അറബികളുമായിട്ടായിരുന്നു വ്യാപാരം നടത്തിയിരുന്നത്, അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ സാമൂതിരിയുമായിട്ട് എന്താണ് പ്രശ്നങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലിമരയ്ക്കാറിൽ നിന്നായിരുന്നു. കുഞ്ഞാലിമരയ്ക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല. പോർച്ചുഗീസുകാർക്ക് ഏറ്റവും കൂടുതൽ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഈ കുഞ്ഞാലിമരയ്ക്കാർ എന്ന് പറയുന്ന ആൾക്കാരിൽ നിന്നായിരുന്നു, കുഞ്ഞാലിമരയ്ക്കാറിൽ നിന്നായിരുന്നു. ഈ കുഞ്ഞാലിമരയ്ക്കാർ ആരായിരുന്നു? സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരായിരുന്നു, അല്ലെങ്കിൽ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലിമരയ്ക്കാർ. അവരിൽ നിന്നായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടേണ്ടി വന്നത്. ഈ കുഞ്ഞാലിമരയ്ക്കാരെ ഈ പോർച്ചുഗീസുകാർ വകവരുത്തി. അതിനുശേഷം പിന്നെ അവർക്ക് കാര്യമായ എതിർപ്പുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി കുഞ്ഞാലിമരയ്ക്കാരെ കുറിച്ച് ചെറിയൊരു ഡെഫിനിഷൻ ഇവിടെ തന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലിമരയ്ക്കാർമാരാണ്. കുഞ്ഞാലിമരയ്ക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അപ്പോൾ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു? അത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലിമരയ്ക്കാർ എന്ന് പറഞ്ഞത് ഒരു സ്ഥാനപ്പേരായിരുന്നു. അതിൽ 4 പേരാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അതിൽ കുഞ്ഞാലി മൂന്നാമനായിരുന്നു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയങ്കോട്ട, ഈ സാമൂതിരിയുടെ അധീനതയിലുണ്ടായിരുന്ന ഒരു കോട്ടയായിരുന്നു ചാലിയങ്കോട്ട. ഈ ചാലിയങ്കോട്ട പിടിച്ചെടുത്ത് സാമൂതിരിക്ക് തിരികെ നൽകിയത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. കുഞ്ഞാലിമാർ മൊത്തം നശിപ്പിച്ചതിലൂടെ കുഞ്ഞാലി നാലാമനായിരുന്നു ഏറ്റവും അവസാനത്തെ കുഞ്ഞാലിമരയ്ക്കാർ. അപ്പോൾ ആ കുഞ്ഞാലി നാലാമനെ വധിച്ചതോടുകൂടി സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ബലങ്ങൾ. ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. ചിത്രത്തിൽ കുറച്ച് ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ഫിഗറാണ്? മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക് അല്ലേ. ചിത്രത്തിൽ തന്നിട്ടുള്ളവരുടെ മലയാളം പേരുകൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക്. അത് എഴുതി ചേർക്കണം കേട്ടോ താഴെ നിങ്ങൾ. പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ പദങ്ങളില്ലേ, ഏതൊക്കെയാണ്? മേശ, കസേര, അലമാര, ജനൽ, പേന, ചാക്ക്. ഇതെല്ലാം ഇന്ത്യയും അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള പദങ്ങളാണ് ഇതെല്ലാം. ഇനി എന്തൊക്കെയാണ്? കശുമാവ്, അല്ലെങ്കിൽ എൻ്റെ വേറൊരു പേരാണ് പറങ്കിമാവ്, പിന്നെ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. അതായത് പോർച്ചുഗീസുകാരും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്തൊക്കെ മേഖലയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് എന്നുള്ളതാണ് ഈ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം, കുറച്ച് പോർച്ചുഗീസ് ഭാഷയിൽ നിന്നുള്ള കുറച്ച് വേർഡ്സ് മലയാള ഭാഷയ്ക്ക് ലഭിച്ചു. ഒന്നാമത്തത് ഏതൊക്കെയാണ് വേർഡ്സ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തത്
കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ് എന്ന് പറയും. പിന്നെ പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. ഇതെല്ലാം പായാണ് കേട്ടോ. പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ എല്ലാം പായിൽ വരുന്ന വേർഡ്സാണ്. ഇതൊക്കെ നമ്മൾക്ക് പരിചയപ്പെടുത്തി. അതായത് ഈ പറയുന്ന ഫലവൃക്ഷ തൈകളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു ആര്? പോർച്ചുഗീസുകാർ. അടുത്തത് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഏതാണ്? മാനുവൽ കോട്ട. മാനുവൽ കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിൽ. അപ്പോൾ അടുത്ത പോയിന്റ്, പോർച്ചുഗീസുകാർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് ലഭിച്ചത് ഏതാണ്? ഒരു മാനുവൽ കോട്ട ലഭിച്ചു അല്ലേ? എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത്? കൊച്ചിയിൽ. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട. ഇനി അടുത്ത പോയിന്റ്, കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അപ്പോൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായിരുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയിലെ ഏതൊക്കെ പ്രദേശങ്ങളാണ് പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിന് കീഴിലായിരുന്നത്? കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഏതൊക്കെയാണ്? കൊച്ചി, ഗോവ, ദാമൻ ദിയു. ഇനി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. പോർച്ചുഗീസുകാരാണ് ഇന്ത്യയിൽ ആദ്യമായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത്. അല്ലെങ്കിൽ അച്ചടി വിദ്യ എന്ന് പറയുന്ന ആ ഒരു വിദ്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാർ. അടുത്തത് ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇന്ത്യയിൽ ചവിട്ടുനാടകം, മാർഗംകളി എന്നീ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചത് ആരാണ്? ഏത് യൂറോപ്യരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്തത് എന്താണ്? യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു അല്ലേ? യൂറോപ്യൻ ശൈലിയിൽ ഇന്ത്യയിൽ കെട്ടിടമൊക്കെ ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. അടുത്തത് യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ഇവിടെയുള്ള ജനങ്ങളെ യൂറോപ്യൻ പടക്കോപ്പുകളും പിന്നെ അവരുടെ യുദ്ധമുറകളും ഒക്കെ അഭ്യസിപ്പിച്ചു. അടുത്തത് ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ക്രൈസ്തവരുടെ മതപഠന കേന്ദ്രങ്ങൾ, ക്രൈസ്തവർക്കായിട്ടുള്ള, അല്ലെങ്കിൽ അവർ ക്രൈസ്തവ വംശജരാണ് ഈ പോർച്ചുഗീസുകാർ. അപ്പോൾ ആ ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ അവർ ആരംഭിച്ചു. അപ്പോൾ ഇത്രയാണ് പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായിട്ട് ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങൾ. ഇത് ഏതൊക്കെ മേഖലയിലാണ് ഉണ്ടായത് എന്നുള്ളത് നമ്മൾ തരംതിരിച്ചെഴുതണം. അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പോർച്ചുഗീസ് ബന്ധം ഇന്ത്യയിൽ വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിയ സ്വാധീനം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. മുകളിൽ കുറേ നേട്ടങ്ങൾ കൊടുത്തിട്ടുണ്ട്. പോർച്ചുഗീസുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ ചേഞ്ചസ് ഏതൊക്കെ മേഖലയിലാണെന്ന് നമ്മൾ തരംതിരിച്ചെഴുതണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് രാഷ്ട്രീയ മേഖല, കാർഷിക മേഖല, വിജ്ഞാന മേഖല, സാംസ്കാരിക മേഖല എന്നിങ്ങനെയാണ് തരംതിരിച്ച് എഴുതേണ്ടത്. അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ ഏതൊക്കെ വരും? കാർഷിക മേഖലയിൽ ഏതൊക്കെ വരും? വിജ്ഞാന മേഖലയിൽ ഏതൊക്കെ വരും? സാംസ്കാരിക മേഖലയിൽ ഏതൊക്കെ വരും? ഇങ്ങനെ തരംതിരിച്ചാണ് നമുക്കിത് എഴുതേണ്ടത്. പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായ മാറ്റം എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. രണ്ടാമത്തത്, കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. മൂന്നാമത്തത്, യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ഇത്രയാണ് രാഷ്ട്രീയ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ. ഇനി കാർഷിക മേഖലയിൽ എന്തൊക്കെയാണ്? കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി. ഇനി വിജ്ഞാന മേഖലയിൽ എന്തൊക്കെയാണ്? അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇനി സാംസ്കാരിക മേഖലയിലോ? ചവിട്ടുനാടകം, മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. ഇത്രയാണ് സാംസ്കാരിക മേഖലയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ. എങ്ങനെയുള്ള മാറ്റങ്ങൾ? പോർച്ചുഗീസുകാരുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫലമായി ഇന്ത്യയിൽ രാഷ്ട്രീയ മേഖല, കാർഷിക മേഖല, വിജ്ഞാന മേഖല, സാംസ്കാരിക മേഖല എന്നിവയിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ ആൻസർ എഴുതണം കേട്ടോ. അപ്പം നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പഠിച്ചു. അതായത് ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ ആരാണ്? പോർച്ചുഗീസുകാർ. അവരെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരെ കുറിച്ചാണ്. അതായത് പോർച്ചുഗീസുകാർ കഴിഞ്ഞാൽ രണ്ടാമത് ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യർ ആരാണ് എന്ന് ചോദിച്ചാൽ അതാരാണ്? ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. നാളെ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് എല്ലാ ക്ലാസ്സും ഇതുപോലെ ചെയ്യാം കേട്ടോ. അതായത് സോഷ്യലും സയൻസും മാത്സും ഒക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അതിന് കൂടിയേ തരും. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ
ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമുക്ക് നമ്മുടെ ഈ നോട്ടിൻ്റെയൊക്കെ PDF നമുക്ക് ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റി വഴി ഷെയർ ചെയ്യുക. അപ്പോൾ ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. താങ്ക്